Hello, guys. Hello. Can you all hear me? Yeah. Okay. So today we're going to learn about Elisa. Elisa എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. This is your micro topic. Okay. Microbiology, it can come as a 5-mark question. Very important ആണ്. But it's little difficult to understand. But once you understand the concept, it's easy also. So I'll try my maximum to tell you the concept. At last of the months, I'll tell you what all you should write in the exam. Just to 4 points, basic at Madi. It's recording, right? Yeah, it's recording. Uh, so in case after this lecture of maybe half an hour, okay? If you're not understanding, just our last 4 points Madi, you'll get good marks. Okay, for Elisa. Elisa is a short question in your final year exams. Okay. So what is this? Yeah, let me just share the screen. One second. Kanananda? Okay. Yeah, fine. So guys, the first thing, Elisa endana sambhavam. What is Elisa? It is a diagnostic test. Okay, this is a diagnostic test to find diseases. ഒരു അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്കിപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് എലീസ. എലീസയുടെ ഫുൾ ഫോം എന്താ? This is important. They might ask you in your viva. So ELISA full form ആണ് enzyme linked immunosorbent assay. Enzyme linked immunosorbent assay is the full form of ELISA. ELISAയുടെ വേറെ പേരാണ് EIA. എന്താണ്? Yeah, there's some lag in the video, I guess, and I hope the audio is clear. Okay, so EIA is also the other name for ELISA. That is enzyme immunoassay. Okay, fine. So ELISA എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് അറിയുന്നതിന് മുന്നേ കുറച്ച് ബേസിക് ടേംസ് അറിഞ്ഞിരിക്കണം. എങ്കിലേ ELISA will make sense. Otherwise it will be like reading something that you can't understand. So basic ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ then I think ELISA will be easy for you. So ELISA നമ്മൾ ചെയ്യുന്നത് ഒരു പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇതേപോലെ ഒരു പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചറിലാണ് which has lot of depressions. Okay. സോ ഇങ്ങനെ കുറെ ഒരു കുഞ്ഞു കുഞ്ഞു കുഴികൾ ഉണ്ടാവും ആ പ്ലേറ്റിനകത്ത്. ഓക്കെ, ഇതിനെ പറയുന്ന പേരാണ്, ഈ കുഞ്ഞു കുഞ്ഞു ഹോൾസിനെ പറയുന്ന പേരാണ് വെൽസ്. ഓക്കെ, വെൽസ്. ആൻഡ് ഒരു മോസ്റ്റ്ലി എല്ലാ എലീസ പ്ലേറ്റിലും 96 വെൽസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ എനിക്ക് അറ്റ് എ ടൈം, ഓക്കെ, അറ്റ് എ ടൈം ക്യാൻ സീ മീ ഫൈൻ, I can test many samples. Okay, it's like ഇവിടെ ഓരോ ഡിപ്രഷൻ ഓരോ വെല്ലിലും എനിക്ക് ഓരോ സാമ്പിൾ ഇട്ടിട്ട് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും. സോ ഒരു സമയത്ത് എനിക്ക് പല റിസൾട്ട് അറിയാൻ പറ്റും. ഓക്കെ, സോ ഐ ഹാവ് 96 വെൽസ് ഇൻ ഇറ്റ്. ഓക്കെ, 96 സാമ്പിൾസ് എനിക്ക് ഒഴിച്ചിട്ട് ഓരോ ഇപ്പം എനിക്ക് എ പേഷ്യന്റിന്റെ ഇവിടെ ഒഴിക്കാം, ബി പേഷ്യന്റിന്റെ ഇവിടെ ഒഴിക്കാം. ഞാൻ കളർ മാറ്റട്ടെ. ജസ്റ്റ് ഹാപ്പൻഡ്. യാ, സോ എ പേഷ്യന്റിന്റെ സാമ്പിൾ ഞാൻ ഇവിടെ ഒഴിക്കാം, ബി പേഷ്യന്റിന്റെ സാമ്പിൾ ഇവിടെ ഒഴിക്കാം, സി പേഷ്യന്റിന്റെ സാമ്പിൾ ഇവിടെ ഒഴിക്കാം. ഓരോ അസുഖം കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് ഒരേ സമയം പല ആൾക്കാരുടെ സാമ്പിൾ ഈ പ്ലേറ്റിനകത്ത് ഒഴിച്ചിട്ട് അവരുടെ ഡയഗ്നോസിസ് അല്ലെങ്കിൽ അവരുടെ അസുഖം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ബേസിക് ഇത് മനസ്സിലായല്ലോ. സോ ദിസ് ഇസ് ദി എലീസ പ്ലേറ്റ്. ആ പിക്ചർ ഞാൻ ഓക്കെ, ഐ ഷോ യു ദ പിക്ചർ കുറച്ച് കഴിഞ്ഞിട്ട്. ആ എലീസ പ്ലേറ്റിന്റെ പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫൈൻ. സോ ഐ എം ടേക്കിംഗ് 1 വെൽ. ഓക്കെ, ഇവിടുന്ന് ഞാൻ ഇത്രയും വെൽസ് വരച്ചിട്ടുണ്ടല്ലോ, അതിന് ഒരു വെല്ല് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, ആൻഡ് റിമെമ്പർ ഈ വെൽസ്, ഇപ്പൊ ഈ ഒരു പ്ലേറ്റ് നിങ്ങളുടെ ലാബിൽ ഇരിക്കുന്നത്, മാനുഫാക്ചർ നിങ്ങൾക്ക് തരുന്നത് ഈ വെൽസിലെല്ലാം ഒരു സാധനം അവർ കോട്ട് ചെയ്തിട്ടായിരിക്കും തരുന്നത്, പ്രീഫോംഡ് ആയിട്ട്. വൺ സെക്കൻഡ് ഗൈസ്. ഓക്കെ, ഐ ഹാവ് ദിസ് ഹാബിറ്റ് ഓഫ് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് സംസാരിക്കുന്നത്. ദാറ്റ്സ് വൈ സംടൈംസ് വീഡിയോ ഇസ് യാ, you all can see me. Okay, so ഓരോ വെൽസിനകത്തും ഈ മാനുഫാക്ചറേഴ്സ് എന്ത് ചെയ്യുമെന്ന് അറിയോ? ഒരു മെറ്റീരിയൽ ഇടും ഓരോ വെൽസിനകത്തും. ആൻഡ് ദാറ്റ് മെറ്റീരിയൽ ഇസ് കോൾഡ് ആസ് ഇമ്മ്യൂണോസോർബന്റ് മെറ്റീരിയൽ. ഓക്കെ, സോ എന്തിനാണ് ഈ ഇമ്മ്യൂണോസോർബന്റ് മെറ്റീരിയൽ വെച്ച് കോട്ട് ചെയ്തേക്കാണ് ഈ വെൽസ് എല്ലാം. ഓക്കെ, നൗ ഇത്രയും മനസ്സിലായി. ഓക്കെ, എലീസ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു അസുഖത്തിന്റെ ആന്റിജനോ അല്ലെങ്കിൽ ഒരു അസുഖത്തിന്റെ ആന്റിബോഡിയോ
ഒരാളുടെ ശരീരത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദാറ്റ് ഇസ് വൈ വി ഡു ദ എലീസ ടെസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ HIV ആണ് എടുക്കുന്നത്. ഇപ്പം ഒരു പേഷ്യന്റിന് HIV ആന്റിജൻ അയാളുടെ ബോഡിയിലുണ്ടോ, HIV ആന്റിബോഡി അയാളുടെ ബോഡിയിലുണ്ടോ എന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ ഐ ക്യാൻ ഡു എലീസ ടെസ്റ്റ്. ഓക്കെ, സോ ഈ ആന്റിജനും ആന്റിബോഡി ഒരു പേഷ്യന്റെ സാമ്പിൾ ഞാൻ ഇതിലേക്ക് ഇടുകയാണെങ്കിൽ ആന്റിജൻ ഉണ്ട് അല്ലെങ്കിൽ ആന്റിബോഡി ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇവിടെ പറ്റിപ്പിടിച്ചിരിക്കണം, എങ്കിലേ എനിക്ക് അടുത്ത ഒരു പ്രൊസീജിയർ ചെയ്യാൻ പറ്റൂ ടു ഗെറ്റ് ദ ഫൈനൽ റിസൾട്ട്. അപ്പൊ ആന്റിജനും ആന്റിബോഡിയും ഇവിടെ പറ്റിപ്പിടിച്ചിരിക്കണമെങ്കിൽ ഒരു ഗ്ലൂ വേണം, അല്ലെ? ഒരു ഗ്ലൂ വേണം അവിടെ. ആ ഗ്ലൂ ആണ് ഇമ്മ്യൂണോസോർബന്റ് മെറ്റീരിയൽ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവത്തില്ല ചില കാര്യങ്ങൾ, ബട്ട് ബൈ ദി എൻഡ് ഓഫ് ദ ക്ലാസ് ഐ അഷുർ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ഇതാണ് ബേസിക്സ്. സോ വൺസ് അഗൈൻ, എലീസ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യാനാണ്. ഡെഫിനറ്റ്ലി ഇപ്പൊ ഞാൻ ഇവിടെ HIV ആണ് ഒരു അസുഖമായിട്ട് എടുത്തേക്കുന്നത്. ഒരാളിൽ HIVയുടെ ആന്റിജൻ ഉണ്ടോ, ഓക്കെ, ആന്റിബോഡി ഉണ്ടോ എന്നൊക്കെ എനിക്ക് എലീസ ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. ആക്ച്വലി എലീസ HIVക്ക് മാത്രമല്ല, നമ്മൾ ട്യൂബർകുലോസിസ്, റോട്ട വൈറസ് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കും. ഓക്കെ, സോ ഓക്കെ, ദിസ് ഇസ് ഇനഫ്. ഇനിയും ബിഫോർ ടെല്ലിങ് യു, ഈ എലീസ 3 തരത്തിലുണ്ട്. എലീസ ടെസ്റ്റ് 3 തരത്തിലുണ്ട്. ഓക്കെ, സിറ്റിംഗ് there you repeat after me. Okay, so that will be thorough. Now before I tell you the 3 types of ELISA test, I want you to know certain terms so that you'll understand the procedure of how to do a ELISA test. First thing, antigen endana. What is an antigen? See, നമ്മുടെ ഇപ്പൊ ഒരു HIV വൈറസ് ഒരു പേഷ്യന്റിനെ ഇൻഫെക്ട് ചെയ്യുകയാണെങ്കിൽ ഈ HIV വൈറസിന് ഒരു പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, ആ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ആ അസുഖത്തിന്റെ സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങുക. ഒരു ഡേഞ്ചറസ് പ്രോട്ടീൻ. ഓക്കെ, അത് HIV-ക്കല്ല, എല്ലാ വൈറസ് ബാക്ടീരിയക്കായാലും ഒരു സ്പെസിഫിക് പ്രോട്ടീൻ ഉണ്ട്. ഞാനിപ്പോ ഈ ബ്ലാക്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ചെയ്യാണ്. ഇങ്ങനെയൊന്നും ലൈക്ക് ആക്ച്വലി ഇങ്ങനെയല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാണ്. സോ ഒരു വൈറസിന്, ലെറ്റസ് HIV വൈറസിന് ഒരു സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോഴാണ് ആക്ച്വൽ അസുഖം നമുക്ക് പിടിക്കുന്നത്. ഓക്കെ, സോ ആ പ്രോട്ടീനെ പറയുന്ന പേരാണ് ആന്റിജൻ. മനസ്സിലായോ? ആ പ്രോട്ടീനെ പറയുന്ന പേരാണ് ആന്റിജൻ. സോ നമ്മുടെ ബോഡിയിൽ ഒരു ആന്റിജൻ കയറിയാല് നമ്മുടെ ബോഡി അതിനെതിരെയായിട്ട് ഫൈറ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ ബോഡി ഫൈറ്റേഴ്സിനെ ഉണ്ടാക്കും ഈ ആന്റിജനെ പുറത്തു വിടാനായിട്ട്. ആ ഫൈറ്റേഴ്സ് ആണ് എന്താണ് ഗൈസ്? വെരി ഗുഡ്, ആന്റിബോഡീസ്. ആന്റിജൻ മനസ്സിലായോ? ആ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ സ്പെസിഫൈഡ് പ്രോട്ടീൻ, ബോഡിയിൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് ആന്റിജൻ. ഓക്കെ, അതിനെതിരെ ബോഡി ക്രിയേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് ആന്റിബോഡീസ്. ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഇനി വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എടാ സബ്സ്ട്രേറ്റ് എന്താണ്? നമ്മളിപ്പോ എലീസ ടെസ്റ്റിൽ ഞാനിപ്പോ സബ്സ്ട്രേറ്റ് യൂസ് ചെയ്യുന്നൊക്കെ പറയും. എന്താണ് ഈ സബ്സ്ട്രേറ്റ്? സബ്സ്ട്രേറ്റ് മീൻസ് ചില കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല എന്താണ് റിയാക്ഷൻ നടക്കുന്നത് എന്ന്, അല്ലെ? സോ വാട്ട് വി ഡു ഇസ്, നമ്മൾ ഈ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞൊരു കെമിക്കല് നമ്മുടെ ടെസ്റ്റ് ട്യൂബിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ട്യൂബിലോ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ആ ഒരു ടെസ്റ്റ് ട്യൂബിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഈ സബ്സ്ട്രേറ്റ് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ കൂടെ ഒരു എൻസൈമും കൂടെ ആഡ് ചെയ്താൽ ഈ എൻസൈം എന്ത് ചെയ്യുന്ന അറിയോടാ? സബ്സ്ട്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഒരു കളേർഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റും. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നൗ ഇറ്റ് മേ നോട്ട് മേക്ക് സെൻസ്, ഇറ്റ്സ് ഓക്കെ. ഞാൻ എലീസ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. വൺസ് അഗൈൻ, എന്താണ് ഈ സബ്സ്ട്രേറ്റ് എന്ന് ചോദിച്ചാൽ ഒരു കളർ ഫോമിംഗ് പ്രൊഡക്റ്റ് ആണ്, ഒരു കളർ തരുന്ന പ്രൊഡക്റ്റ് ആണ് അത്. നമ്മളിപ്പോ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു റിയാക്ഷൻ ചെയ്യാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല റിയാക്ഷൻ നടന്നോ ഇല്ലയോ. അപ്പോൾ ആ റിയാക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ സബ്സ്ട്രേറ്റും, ഒരു കെമിക്കലാണ് ആ സബ്സ്ട്രേറ്റും, അതിന്റെ കൂടെ തന്നെ ഒരു എൻസൈമും കൂടെ ആഡ് ചെയ്താൽ ആ റിയാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, ആ ടെസ്റ്റ് ട്യൂബിൽ എന്തെങ്കിലും റിയാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈ എൻസൈം ആക്ടിവേറ്റഡ് ആയിട്ട് സബ്സ്ട്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, സബ്സ്ട്രേറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്താൽ കളർ ഉണ്ടാവും, കളേർഡ് പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പൊ ആ ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് ഒരു കളർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ടെസ്റ്റ് ട്യൂബിൽ ഒരു റിയാക്ഷൻ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഇനി വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ എലീസനകത്ത് ഐ വിൽ ബി ടെല്ലിങ് യു എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി. എന്താടാ? എലീസയില് എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി ആഡ് ചെയ്യണം എന്നൊക്കെ ഞാൻ ഒരു സ്റ്റെപ്പിൽ പറയും. So, ഈ enzyme linked antibody, guys, I know it is a tough topic.
Okay, but bear with me, I'll finish this off past maybe like 20 minutes. ഞാൻ ഈ ആന്റിജൻ ആന്റിബോഡി സബ്സ്ട്രേറ്റ് എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായാൽ ദ അതർ തിങ്സ് വിൽ ബി വെരി ഈസി. ഓക്കെ, സോ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി എന്താണെന്ന് വെച്ചാൽ ഇപ്പം HIV എക്സാമ്പിൾ തന്നെ എടുക്കാം. എനിക്ക് HIV-ക്കെതിരായിട്ടുള്ള ഒരു ആന്റിബോഡി സിന്തറ്റിക് ആയിട്ട് എനിക്ക് പുറത്തുണ്ടാക്കാൻ പറ്റും, ലാബിൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ആന്റിബോഡി വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ ഈ ആന്റിബോഡിയുടെ സൈഡിൽ ഞാനൊരു എൻസൈം സ്റ്റിക്ക് ചെയ്ത് വെക്കും. ഓക്കെ, സോ ഇതിനെയാണ് എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ഫുൾ സ്ക്രീൻ ആണ് അത്? അതാണ് ഫുൾ സ്ക്രീൻ. ഓക്കെ, അപ്പം ഈ ഒരു ടേം മനസ്സിലായോ? ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ എലീസ ടെസ്റ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഞാൻ പറയാം. സോ കോൺസെപ്റ്റ് മനസ്സിലായോ? ആന്റിജൻ ആന്റിബോഡി, എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി, സബ്സ്ട്രേറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് എലീസ 3 തരമുണ്ട്. ഈ എലീസ എടാ നമുക്ക് ഒരു അസുഖത്തിന്റെ ആന്റിജൻ, ഒരു HIV-യുടെ തന്നെ ആന്റിജൻ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആന്റിബോഡി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഡിപ്പെൻഡിങ്. ഇപ്പൊ ഡോക്ടർ എഴുതി വിടുവാണ് ആന്റിജൻ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് എഴുതി വിടുവാണെങ്കിൽ നിങ്ങൾ ആന്റിജൻ ചെക്ക് ചെയ്യുക. ആന്റിബോഡി ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് എഴുതി വിട്ടാൽ നിങ്ങൾ ആന്റിബോഡി പേഷ്യന്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ദർ ആർ 3 types of ELISA. Okay, the first one is called as sandwich ELISA. എന്താടാ? Sandwich ELISA. The second ELISA is called as indirect ELISA. The second ELISA is called as indirect ELISA. Third ELISA technique is called as competitive ELISA. Competitive ELISA. Okay, so okay, ഈ പേര് ഈ 3 ടൈപ്സും വൈവ ക്വസ്റ്റ്യനിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് എലീസ എന്ന് യൂഷ്വലി ടീച്ചേഴ്സ് ആസ്ക്. ഓക്കെ, ഡ്യൂറിങ് വൈവ. ഫൈൻ. സോ ഈ സാൻഡ്വിച്ച് എലീസ ഞാൻ ആന്റിജൻ ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഏത് അസുഖത്തിന്റെയും ലെറ്റ് സേ HIV. ഓക്കെ, HIV-യുടെ ആന്റിജൻ ഒരു പേഴ്സണിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാൻഡ്വിച്ച് എലൈസ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡയറക്റ്റും കോമ്പറ്റേറ്റീവ് എലൈസ ഞാൻ ചെയ്യുന്നത് ഒരു അസുഖത്തിന്റെ ആന്റിബോഡി ഒരു പേഷ്യന്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ബേസിക് ആണ്, ഇത്രയും അറിഞ്ഞിരിക്കാം. സാൻഡ്വിച്ച് എലീസ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് ഫോർ ആന്റിജൻ ഡിറ്റക്ഷൻ. ഇൻഡയറക്റ്റ് ആൻഡ് കോമ്പറ്റേറ്റീവ് എലീസ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഫോർ antibody detection. Very good. Okay, now broadly, now I'll tell you ELISA technique പഠിക്കുന്നതിന് മുന്നേ ബേസിക് 4 റൂൾസ് അറിഞ്ഞിരിക്കണം. നമ്മൾ എങ്ങനെയാണ് എലീസ ചെയ്യുന്നത്. ഓക്കെ, ഈ 4 റൂൾ അറിഞ്ഞിരുന്ന the 3 types of ELISA is going to be very simple. Okay, the first rule, ഇപ്പൊ ഞാൻ ആന്റിജൻ ആണ് നോക്കുന്നത് എങ്കിൽ, ഓക്കെ, ഞാനൊരു പ്ലേറ്റ് ആദ്യമേ വരച്ചില്ലേ ഗൈസ്? 1 second. ഞാൻ ആദ്യമേ ഒരു എലീസ പ്ലേറ്റ് വരച്ചില്ലേ? അതിനകത്ത് കുറെ വെൽസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ഞാനൊരു വെല്ല് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ റൂൾ നമ്പർ 1, ഞാൻ ആന്റിജനെയാണ് ഡിറ്റക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കോട്ട് ദ വെൽ വിത്ത് ആന്റിബോഡി. ഓക്കെ, ഞാൻ ആന്റിബോഡിയാണ് ഡിറ്റക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കോട്ട് ദ വെൽ വിത്ത് ആന്റിജൻ. ഓപ്പോസിറ്റ് ആയിട്ട് കോട്ട് ചെയ്യാം. ഞാൻ ആന്റിജൻ ആണ് തിരയുന്നത് ഒരു പേഷ്യന്റിലെങ്കിൽ ഞാൻ ഈ വെൽ എന്തായിട്ട് കോട്ട് ചെയ്യും? ആന്റിജൻ ആ തിരയുന്നെങ്കിൽ ആന്റിബോഡി ആയിട്ട് കോട്ട് ചെയ്യും, ആൻഡ് വൈസ് വേഴ്സ. സോ സി, HIV ആന്റിജൻ ആണ് ഞാൻ ഒരു പേഷ്യന്റിൽ ഉണ്ടോ എന്ന് നോക്കുന്നതെങ്കിൽ ഞാൻ ഈ വെല്ലില് എന്റെ ലാബിൽ തന്നെ ഞാൻ HIV ആന്റിബോഡീസ് നിങ്ങൾക്ക് സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ആ HIV ആന്റിബോഡീസ് എടുത്ത് ഞാൻ ഈ വെല്ലിൽ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു വെല്ലില് കോട്ട് ചെയ്യും ആദ്യമേ. അതാണ് എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. മനസ്സിലായോ? സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ആഡ് പേഷ്യന്റ് സാമ്പിൾ. പേഷ്യൻസ് സാമ്പിൾ ഈ വെല്ലിലേക്ക് ആഡ് ചെയ്യുക. അതാണ് പേഷ്യൻസ് സാമ്പിൾ ഈ വെല്ലിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. മനസ്സിലായോ? തേർഡ് സ്റ്റെപ്പ് എന്താടാ? തേർഡ് സ്റ്റെപ്പ് ഇസ് ആഡ് enzyme linked antibody. Add enzyme linked antibody. അതാണ് നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പ്. 4ാമത്തെ സ്റ്റെപ്പ് ആഡ് സബ്സ്ട്രേറ്റ്.
ഓക്കെ, ആഡ് സബ്സ്ട്രേറ്റ്. അപ്പൊ ഈ 4 റൂൾസ് ഓർത്തിരിക്കുക. നിങ്ങൾ അവസാനം എലീസയെ പറ്റി ഡ്യൂറിങ് എക്സാം ഒന്നും ഓർക്കുന്നില്ലെങ്കിൽ ഈ 4 പോയിന്റ് എഴുതി വെക്കുക. എന്നിട്ട് ആ പ്ലേറ്റ് മരിച്ചു വെക്കുക. 96 പ്ലേറ്റ്സ് യു വിൽ ഗെറ്റ് ഔട്ട് ഓഫ് 5 2.5 ലൈക്ക് ദാറ്റ്. ഓക്കെ, the teacher is so good. സോ റൂൾ നമ്പർ 1, ഞാൻ ആന്റിജൻ ആണ് ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ വെൽ എന്ത് വെച്ച് കോട്ട് ചെയ്യും ഗൈസ്? ആന്റിബോഡി ആയിട്ട് കോട്ട് ചെയ്യും. ഓക്കെ, ആ സ്പെസിഫിക് ഇപ്പൊ ഞാൻ ട്യൂബർക്ലോസിന്റെ ആന്റിജനെ ആണ് ഞാൻ ഡിറ്റക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ട്യൂബർക്ലോസിന്റെ ആന്റിബോഡി ആയിട്ട് അത് നമുക്ക് നമ്മുടെ ലാബിൽ ഉണ്ടാക്കാം. ട്യൂബർക്ലോസിസ് ആന്റിബോഡി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് വെച്ച് ഞാൻ കോട്ട് ചെയ്യും. മനസ്സിലായോ? രണ്ടാമത്തത് പേഷ്യന്റ് സാമ്പിൾ ഇടും. പേഷ്യന്റ് സാമ്പിൾ എന്നാൽ യൂഷ്വലി അത് സിറം സാമ്പിൾ ആണ്. നമുക്ക് CSF സാമ്പിൾ ഒക്കെ യൂസ് ചെയ്യാം. യൂഷ്വലി സാമ്പിൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സിറം സാമ്പിൾ ആണ്, പേഷ്യന്റ് ബ്ലഡ്. തേർഡ് എന്താണ്? തേർഡ് ഞാൻ നമ്മുടെ ലാബിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി ആ ഒരു മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യുക. ഈ ഒരു മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യുക എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി. നാലാമത്തത് എന്താണ്? നാലാമത്തത് യു ആഡ് ദ സബ്സ്ട്രേറ്റ്. ഒരു സബ്സ്ട്രേറ്റ് ഈ ഒരു മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യാം. ഇത്ര മനസ്സിലായോ? അപ്പൊ ഇതാണ് ബേസിക് റൂൾ. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ഇൻഫറൻസ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ 4 റൂൾസും ഓർത്തിരിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് കൈൻഡ് ഓഫ് എലീസ. ഓക്കെ, the first kind of Elisa is called as sandwich Elisa. Okay, very simple guys. Our 4 rules, keep it in your mind. Okay. Okay, so just a moment guys, I'll just one second. I think I can just, but one second, give me a minute. Oh no, that doesn't work so well. Okay, I don't know if we can see. Yeah, I hope we can see. That's it. Okay, chuck it. So first one is sandwich Elisa. Okay, sandwich Elisa, what is the first step? Okay, look here. Okay, what is the first step? Oh, before that, sandwich Elisa നമ്മൾ എന്താണ് ഡിറ്റക്ട് ചെയ്യുന്നത് ഗൈസ്? നമ്മൾ ആന്റിജൻ ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ഇവിടെ HIV പേഷ്യന്റിനെയാണ്, HIV പേഷ്യന്റ് ആന്റിജൻ ആണ് ഞാൻ ഡിറ്റക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ റിമെമ്പർ ദാറ്റ് ഞാൻ HIV ആണ് ഇതിനകത്ത് മൊത്തം എക്സാമ്പിൾ ആയിട്ട് എടുത്തേക്കുന്നത്. സോ സാൻഡ്വിച്ച് എലീസ വി ആർ ചെക്കിംഗ് ദി ആന്റിജൻ. ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കോട്ട് ദ വെൽ വിത്ത് ആന്റിബോഡി. വെരി ഗുഡ്. സോ ഐ ആം കോട്ടിംഗ് ദ വെൽ വിത്ത് ആന്റിബോഡി. സോ ഞാൻ ഇവിടെ കോട്ട് ചെയ്യാണ്. HIV ആന്റിബോഡി എടുത്തിട്ട് ഞാനിവിടെ കോട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ വരച്ചേക്കുന്ന വൈ പോലെ വരച്ചേക്കുന്നതാണ് HIV ആന്റിബോഡി. നമ്മുടെ ലാബിൽ തന്നെ കിട്ടും. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താണ്? വാട്ട് ഇസ് ദ സെക്കൻഡ് പോയിന്റ്? ആഡ് പേഷ്യന്റ് സാമ്പിൾ. റൈറ്റ്. സോ സെക്കൻഡ് ഇവിടെ യു ആഡ് ദ പേഷ്യന്റ് സാമ്പിൾ. സോ ഞാൻ ഇവിടെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആന്റിബോഡി ഇവിടെ ഉണ്ട്. ഓക്കെ, പേഷ്യന്റ് സാമ്പിൾ ആഡ് ചെയ്യുക സെക്കൻഡ്. സോ പേഷ്യന്റ് സാമ്പിൾ, സി ഗൈസ്, പേഷ്യന്റ് സാമ്പിളിനകത്ത് അയാൾക്ക് ശരിക്കും HIV ഉണ്ടെങ്കിൽ HIV ആന്റിജൻ അയാളുടെ സീറത്തിനകത്ത് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ CSFനകത്ത് ഉണ്ടാവും. ഓക്കെ, സോ പേഷ്യന്റ് സാമ്പിളിനകത്ത് അയാൾ HIV പോസിറ്റീവ് ആണെങ്കിൽ അയാളുടെ ആന്റിജൻ ആ സാമ്പിളിനകത്ത് ഉണ്ടാവും. നമ്മൾ സാമ്പിൾ ആഡ് ചെയ്യുമ്പോൾ ആ ആന്റിജൻ എന്ത് ചെയ്യും? ഈ ആന്റിബോഡി ആയിട്ട് വന്ന് ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ബിക്കോസ് ആന്റിജൻ ആന്റിബോഡി ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, സോ HIV ആന്റിജന്റെ കൂടെ നമ്മൾ HIV ആന്റിബോഡി വെച്ചാൽ അവർ രണ്ടുപേരും ഒന്നിക്കും. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ബി അതിന്റെ ആന്റിജനും ആന്റിബോഡിയും നമ്മൾ ഒരുമിച്ച് വെച്ചാൽ അവർ ഒരു ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, സോ ആന്റിജൻ ആന്റിബോഡി യൂഷ്വലി ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്ന് ഓർത്തിരിക്കാം. സോ എനിവേ സെക്കൻഡ് തിങ്, ഞാൻ പേഷ്യന്റ് സാമ്പിൾ ആഡ് ചെയ്തു. ഓക്കെ, സോ അയാൾക്ക് HIV ഉണ്ടെങ്കിൽ ആ ആന്റിജൻ എന്ത് ചെയ്യും? ഈ ആന്റിജൻ വന്നിട്ട് ഈ ആന്റിബോഡിയുമായിട്ട് അറ്റാച്ച്ഡ് ആവും അല്ലേ. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് എന്താണ്? തേർഡ് സ്റ്റെപ്പ് എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി ആഡ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ് മീ ഡ്രോ. ഇതാണ് എന്റെ തേർഡ് സ്റ്റെപ്പ് കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഡയഗ്രാം. This is a antibody, coated antibody. അറ്റാച്ച് ആയിട്ടിരിക്കുന്ന ആന്റിജൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, ഐ ആം ആഡിങ് എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി. സോ ഞാൻ ഈ വരയ്ക്കുന്നതാണ് എൻസൈം, ഈ കട്ടയ്ക്ക് വരയ്ക്കുന്നതാണ് എൻസൈം. ഓക്കെ, സോ ഈ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി എന്താണ്? നമ്മുടെ ലാബിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ബേസിക്കലി ഇതും ഒരു ആന്റിബോഡിയാണ്. ഇപ്പൊ HIV ക്കെതിരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആന്റിബോഡിയാണ്. only difference is that
ഇതിനൊരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ എൻ്റെ സൈഡിൽ ഉണ്ടാവും കോൾഡ് ആസ് എൻസൈം. ഓക്കെ, സോ എൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് അനുസരിച്ച് ഐ ആം ആഡിങ് വാട്ട് എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി. ക്ലിയർ? ഓക്കെ. ആൻഡ് നൗ ദ ഫോർത്ത് സ്റ്റെപ്പ്. ഓക്കെ, സോ ഇതിന് മുന്നേ ഒരു കാര്യം പറയാൻ മറന്നുപോയി. യുനോ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടും, വൺ സെക്കൻഡ് ഗൈസ്, ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടും നമ്മൾ വാഷ് ചെയ്യാറുണ്ട്. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്യും, സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്യും. വാഷ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ യുനോ ഈ അറ്റാച്ച്ഡ് ആവാത്ത എന്തെങ്കിലും സബ്സ്റ്റൻസസ് ആ വെല്ലിലുണ്ടെങ്കിൽ വാഷ് ഔട്ട് ആയി പോകട്ടെ. ഓക്കെ, ക്രൗഡഡ് ആവാതിരിക്കാൻ, അറ്റാച്ച്ഡ് ആവാത്ത എന്തെങ്കിലും സബ്സ്റ്റൻസസ് വെല്ലിനകത്ത് ഉണ്ടെങ്കിൽ അത് ആന്റിജൻ ആവും ആന്റിബോഡി ആവും, വി ജസ്റ്റ് വാഷ് ഇറ്റ് ഓഫ്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷിംഗ് ഉണ്ട്. ഓക്കെ, സോ ഈ തേർഡ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടും ആസ് യൂഷ്വൽ നമുക്ക് എന്ത് വാഷ് ചെയ്യും, നമ്മൾ വാഷ് ചെയ്യും. ഓക്കെ, ബട്ട് ഈ നോക്കി നമ്മുടെ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡിയും ഈ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡിയും താഴത്തെ ബ്ലാക്ക് കളർ ആന്റിജനും ഏറ്റവും താഴെ ഇരിക്കുന്ന ആന്റിബോഡിയും എല്ലാം ഒരു ട്രീ പോലെ ഒന്നിന്റെ മണ്ടേ ഒന്നായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വാഷ് ചെയ്താലും ഒന്നും പോകത്തില്ല, ആ മൂന്നും ഇങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ, സോ നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? നാലാമത്തെ സ്റ്റെപ്പ് ഞാൻ ഇവിടെ ഈ ഡയഗ്രാമിൽ തന്നെ നാലാമത്തെ സ്റ്റെപ്പും കൂടെ വരയ്ക്കുകയാണ്. നാലാമത്തെ സ്റ്റെപ്പിൽ ഞാൻ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യും. എന്താ ആഡ് ചെയ്യും? സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യും. ഞാൻ പറഞ്ഞു എൻസൈമിന് ഇതാണ് എൻസൈം, ഈ എന്ന് എഴുതുന്നതാണ് എൻസൈം, ഈ കട്ടയ്ക്ക് ഇരിക്കുന്നത്. ഈ എൻസൈമിന് സബ്സ്ട്രേറ്റിനെ കിട്ടിയ എൻസൈം എന്ത് ചെയ്യും? സബ്സ്ട്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. സബ്സ്ട്രേറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്താൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് കളേർഡ് പ്രൊഡക്റ്റ് കിട്ടും. നിങ്ങൾക്ക് കളേർഡ് പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, സോ നിങ്ങൾ ചെയ്യുന്ന അറ്റ് ദി എൻഡ്, നിങ്ങൾ ഇത്രയും ചെയ്തിട്ട് ഈ പ്രൊസീജിയർ ഒക്കെ ചെയ്തിട്ട് അറ്റ് ദി എൻഡ് നിങ്ങളുടെ ആ പ്ലേറ്റിൽ ഒരു വെല്ലിൽ, നിങ്ങൾ ഏത് വെല്ലിലാണോ ഇത് ചെയ്തത് ആ വെല്ലിൽ ഒരു കളർ ചേഞ്ച് വരികയാണ്. അത് ഏത് കളർ വേണമെങ്കിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന എൻസൈമും സബ്സ്ട്രേറ്റും അനുസരിച്ച് ഏത് കളർ, ഇപ്പം ഗ്രീൻ ഉണ്ടാവാം, ഓറഞ്ച് ഉണ്ടാവാം, ഏത് കളർ വേണമെങ്കിലും ആവാം, ഒരു കളർ ചേഞ്ച് നിങ്ങൾ കാണുവാണെങ്കിൽ ഇറ്റ് മീൻസ് ദ ടെസ്റ്റ് ഇസ് പോസിറ്റീവ്. ആ പേഷ്യന്റിന് HIV ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇത്ര മനസ്സിലായോ? സോ ഷുഡ് ഐ റിപ്പീറ്റ് ഇറ്റ് അഗൈൻ? ഓക്കെ ഗൈസ്, വൺസ് more. സി, സാൻഡ്വിച്ച് എലീസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡിസീസിന്റെ ആന്റിജനെയാണ് ഡിറ്റക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാൻഡ്വിച്ച് എലീസയിൽ. ഓക്കെ, സോ ഈ 4 ബേസിക് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ദാറ്റ് ഫസ്റ്റ് തിങ്, ഇവിടെ എഴുതിയിരിക്കുന്ന 4 ബേസിക് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് തിങ് എന്താണ്? ഞാൻ ആന്റിജൻ ആണ് ഡിറ്റക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആന്റിബോഡി വെച്ച് വെല്ല് കോട്ട് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? പേഷ്യന്റ് സാമ്പിൾ ആഡ് ചെയ്യാം. തേർഡ് സ്റ്റെപ്പ് എന്താണ്? എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി ആഡ് ചെയ്യാം. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ ആന്റിജൻ ആണ് ഡിറ്റക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ വെല്ല് എന്ത് വെച്ച് കോട്ട് ചെയ്തു ഗൈസ്? വെല്ല് എന്ത് വെച്ച് കോട്ട് ചെയ്തു? വെരി ഗുഡ്, ഞാൻ ആ HIV ആന്റിബോഡി വെച്ച് ഞാൻ വെല്ല് കോട്ട് ചെയ്തു. രണ്ടാമത് എന്താണ് ഞാൻ ചെയ്യുന്നത്? ആഡ് ദ പേഷ്യന്റ് സാമ്പിൾ. പേഷ്യന്റ് സാമ്പിൾ ഞാൻ ആ വെല്ലിലേക്ക് തന്നെ ആഡ് ചെയ്തു. പേഷ്യന്റ് സാമ്പിളിനകത്ത് അയാൾക്ക് ശരിക്കും HIV ഉണ്ടെങ്കിൽ ആ HIV ആന്റിജൻസ് അയാളുടെ സാമ്പിളിൽ ഉണ്ടാവും. ആ ആന്റിജൻ എന്ത് ചെയ്യും? ഈ ആന്റിജൻ വന്ന് ഞാൻ താഴെ വെച്ചിരിക്കുന്ന ആന്റിബോഡിയുമായിട്ട് ലിങ്ക്ഡ് ആവും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി ആഡ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ലാബിൽ നിന്ന് ഇത് കാണിച്ചേക്കുന്നതാണ് എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി. ഓക്കെ, അത് നമ്മുടെ HIV ആന്റിബോഡി തന്നെയാണ്, പക്ഷെ ഒരു ഡിഫറൻസ് വെച്ചാൽ അതിന്റെ സൈഡിൽ ഞാനൊരു എൻസൈം ടാഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഫൈൻ. ഈ ആന്റിബോഡി ഞാൻ പറഞ്ഞ ആന്റിജൻ ആന്റിബോഡി ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, ലവേഴ്സ് ആണ്. സോ ഈ ആന്റിബോഡി നമ്മുടെ HIV ആന്റിജനെ കാണുമ്പോൾ അതിന്റെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കും. സോ ഇറ്റ്സ് ലൈക്ക് എ സാൻഡ്വിച്ച്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഓക്കെ, ഇവിടെ ഒരു ആന്റിബോഡി, താഴെ ഒരു ആന്റിബോഡി, നടുക്ക് ഒരു ആന്റിജൻ. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് എ സാൻഡ്വിച്ച്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സാൻഡ്വിച്ച് എലീസ എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തെ പ്രൊസീജിയർ എന്താണ്? നമ്മൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യും. സബ്സ്ട്രേറ്റ്, ഈ എൻസൈം, ഓക്കെ, ഈ എൻസൈം എപ്പോൾ സബ്സ്ട്രേറ്റ് അതിന്റെ അടുത്ത് വന്നാലും സബ്സ്ട്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, സബ്സ്ട്രേറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ഒരു കളേർഡ് പ്രൊഡക്റ്റ് കിട്ടും. സോ ബേസിക്കലി നിങ്ങൾ വെൻ യു ഡു സാൻഡ്വിച്ച് എലീസ, നിങ്ങൾക്ക് ഒരു കളർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കളർ കാണാൻ കഴിയുന്നുണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ടെസ്റ്റ്. മീൻസ് ദി പേഷ്യന്റ് ഹാസ് ദി ഡിസീസ്. ഇപ്പൊ HIV വേണ്ടി നിങ്ങൾ ടെസ്റ്റ് ചെയ്തെങ്കിൽ ഹി ഈസ് പോസിറ്റീവ് ഫോർ HIV. മനസ്സിലായോ? ഓക്കെ, സോ ഗൈസ് ടെൽ മീ. Okay, tell me 1 second. 1 second. Look here. ഇപ്പം one patient comes or one doctor sends you a report saying ഒരു patient, let us call him patient X. Okay, patient X ന് HIV ഉണ്ടോന്ന് ഡൗട്ട് ഉണ്ട്. ഓക്കെ,
യു ചെക്ക് ആൻഡ് ടെൽ മീ എന്ന് പറയും. ഓക്കെ, ചെക്ക് HIV ആന്റിജൻസ് അയാൾക്കുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറയും. സോ വാട്ട് യു ഡു, ആന്റിജൻസ് ആണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. സോ ഐ വിൽ ഡു സാൻഡ്വിച്ച് എലൈസ. മനസ്സിലായോ? I will do sandwich Elisa. Okay. So, this patient is negative. I am telling you. Doctor doubt ഉണ്ട് HIV ഉണ്ടോന്ന്. Okay. So, but actually he is negative. He is negative. അങ്ങനെ നെഗറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ ആളുടെ സിറം നമ്മൾ സാൻഡ്വിച്ച് എലൈസ ചെയ്താൽ എന്തായിരിക്കും റിസൾട്ട്? ലുക്ക് ഹിയർ. ഞാൻ ആന്റിജൻ ആണല്ലോ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്ത് വെച്ച് കോട്ട് ചെയ്യും? ആന്റിബോഡി വെച്ച് കോട്ട് ചെയ്യും അല്ലെ? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ആഡ് ദ പേഷ്യൻസ് സിറം. പേഷ്യൻസ് സിറം ഇവിടെ ഞാൻ പറയുന്നു അയാൾക്ക് അസുഖം ഇല്ല. അങ്ങനെയാണെങ്കിൽ അയാളുടെ സിറത്തിൽ HIV ആന്റിജൻ ഉണ്ടാവോ? ഇല്ല. വെരി ഗുഡ്. അപ്പൊ ഇവിടെ ആന്റിജൻ വന്നിരിക്കുവോ? ഇല്ല. ഓക്കെ. തേർഡ് സ്റ്റെപ്പ് എന്താണ്? തേർഡ് സ്റ്റെപ്പില് ഞാൻ എന്തായിരുന്നു എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി ഞാൻ ആഡ് ചെയ്യും. ഈ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി ഇവിടെ വന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ആന്റിജൻ വേണം. വേണ്ടേ? ഓക്കെ. ബിക്കോസ് ഇതിന് ഈ അറ്റാച്ച്മെന്റ് ആന്റിജനോട് മാത്രമേ ഉള്ളൂ. ഓക്കെ. ബട്ട് ഇവിടെ ആന്റിജൻ ഉണ്ടോ? ഇല്ല, ആന്റിജൻ ഇല്ല. സോ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കും. ഓക്കെ. ഓരോ സ്റ്റെപ്പിന് ശേഷം വാഷിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? സോ ഈ സ്റ്റെപ്പിന് ശേഷം നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ടുള്ളതാ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി വാഷ് ഔട്ട് ആയി പോകും, പുറത്തേക്ക് പോകും, വാഷ് ഔട്ട് ആയി പോകും. മനസ്സിലായോ? ഓക്കെ. നാലാമത്തെ സ്റ്റെപ്പ് എന്താ? നമ്മളിവിടെ ഒരു സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നു. സബ്സ്ട്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ എന്ത് വേണം? വെരി ഗുഡ്, എൻസൈം വേണം. എൻസൈം ഇവിടെ ഉണ്ടോ? ഇല്ല. അതിനെ നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു, അത് വാഷ് ഔട്ട് ആയിപ്പോയി. അപ്പോൾ ഈ സബ്സ്ട്രേറ്റ് ആരെങ്കിലും ബ്രേക്ക് ഡൗൺ ചെയ്യാനുണ്ടോ സബ്സ്ട്രേറ്റിനെ? ഇല്ല, എൻസൈം ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കളർ ചേഞ്ച് ഉണ്ടാവുമോ? കളർ ചേഞ്ച് ഉണ്ടാവില്ല. മനസ്സിലായോ? സോ ബേസിക്കലി ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ ഓർത്തിരിക്കാം, സാൻഡ്വിച്ച് എലൈസയിൽ കളർ ചേഞ്ച് ഇല്ല എങ്കിൽ ദ പേഷ്യന്റ് ഇസ് നോർമൽ, അയാൾക്ക് അസുഖമില്ല. ഓക്കെ. സാൻഡ്വിച്ച് എലൈസയിൽ കളർ ചേഞ്ച് ഉണ്ട് എങ്കിൽ ദ പേഷ്യന്റിന് അസുഖമുണ്ട്. നിങ്ങൾ എന്തിനാണോ ചെക്ക് ചെയ്തത് ആ അസുഖം പേഷ്യന്റ് ഉണ്ട്. മനസ്സിലായോ? So Elisa is little, but it's easy, guys. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര സംഭവിക്കുന്നത്. Once you understand the concept, no, like this, you will write. So sandwich Elisa മനസ്സിലായി. Okay. My baby is making noise there. I think she's missing. We will finish off this in like another 10 minutes. Okay. ചലോ. ഇൻഡയറക്റ്റ് എലീസയിൽ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്? നമ്മൾ ഒരു ആന്റിബോഡി ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഏത് അസുഖത്തിന്റെ ആന്റിബോഡി ഉണ്ടോ എന്ന് നമുക്ക് ഇൻഡയറക്റ്റ് എലീസയിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇവിടെ ഞാൻ HIV പേഷ്യന്റിനെയാണ് എടുക്കുന്നത്. ഓക്കെ. സോ എനിക്ക് ആന്റിബോഡി ഇപ്പൊ ഒരു ഡോക്ടർ സെൻഡ് ചെയ്യണം നിങ്ങളുടെ അടുത്ത് ദാറ്റ് ഈ ഒരു പേഷ്യന്റ് ഉണ്ട്, അയാൾക്ക് HIV ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, HIV ആന്റിബോഡി ഇയാളിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് എലീസയും ചെയ്യാം, കോമ്പറ്റേറ്റീവ് എലീസയും ചെയ്യാം. അതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ബിക്കോസ് ഇത് രണ്ടും ഒരു അസുഖത്തിന്റെ ആന്റിബോഡി ഡിറ്റക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഫൈൻ. സോ ഇൻഡയറക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യമേ പറയാം. ദാറ്റ് ഈസ് ടു ഡിറ്റക്ട് ആന്റിബോഡി, ഫസ്റ്റ് പോയിന്റ്. ഓക്കെ. സോ ആന്റിബോഡി എനിക്ക് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് വെച്ചാണ് ഇത് കോട്ട് ചെയ്യേണ്ടത്? എന്റെ വെല്ല് കോട്ട് ചെയ്യേണ്ടത്? വെരി ഗുഡ്, ഐ എം കോട്ടിങ് മൈ വെൽ വിത്ത് ആന്റിജൻ. ഇത്ര മനസ്സിലായോ? ഓക്കെ. സെക്കൻഡ് തിങ്, 1 second, guys. Yeah. Okay. The second thing is add the patient's sample. So, ഞാൻ ഇവിടെ ആന്റിജൻ ആയിട്ട് കോട്ട് ചെയ്തു എന്റെ വെല്ല്. Second, I am adding the patient's sample. Patient sample, suppose അയാൾക്ക് HIV ഉണ്ട് എങ്കിൽ, ഹീസ് പോസിറ്റീവ് ആണെങ്കിൽ, ഞാൻ പേഷ്യന്റെ സാമ്പിൾ ഇങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അയാളുടെ ബോഡിയിൽ എന്തുണ്ടാവും? ആന്റിബോഡി ഉണ്ടാവും. അയാൾക്ക് HIV ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ സിറത്തിൽ എന്തുണ്ടാവും? HIV ആന്റിബോഡീസ് ഉണ്ടാവും. സോ ഈ ആന്റിബോഡീസ് വന്ന് എന്ത് ചെയ്യുന്ന അറിയൂടാ? ഈ ആന്റിജന്റെ മണ്ടയിലിരിക്കും. ബിക്കോസ് ആന്റിജൻ ആന്റിബോഡീസ് ആർ ലവേഴ്സ്, റൈറ്റ്? സോ ഇയാളുടെ സിറത്തിൽ നിന്ന് നമ്മൾ ഈ സിറം ഇങ്ങോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും സിറത്തിലുള്ള HIV ആന്റിബോഡീസ് ഈ ആന്റിജനുമായിട്ട് വന്ന് ബോണ്ട് ചെയ്ത് ഇരിക്കും. ഇത്രയും മനസ്സിലായോ? ഓക്കെ. തേർഡ് സ്റ്റെപ്പ് എന്താണ്? ഞാൻ ഇവിടെ തന്നെ വരയ്ക്കാമേ. തേർഡ് സ്റ്റെപ്പ് എന്താ? ആഡ് enzyme linked antibody. Very good. Add enzyme linked antibody. So ഞാൻ ഇവിടെ ഒരു enzyme linked antibody ആഡ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് എന്റെ enzyme linked antibody. So now here very properly. Okay. Usually ഞാൻ പറഞ്ഞു antigen antibodies ആണ് lovers. Okay. Antigen will get attracted to antibody and vice versa. But ഈ indirect ELISAയിൽ നമ്മുടെ enzyme linked antibody ഈ സാധനം ഇല്ലേ, നമ്മൾ ഉണ്ടാക്കുന്നത് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ഇറ്റ്സ് ആന്റിബോഡി. യൂഷ്വലി ആന്റിജൻ ആന്റിബോഡീസ് തമ്മിലാണ് റിയാക്ഷൻ നടക്കുക അല്ലെങ്കിൽ ബോണ്ട് ഉണ്ടാവുക.
പക്ഷെ ഇൻഡയറക്റ്റ് എലീസയിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ഇത് എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി ഇസ് മെയ്ഡ് ഇൻ സച്ച് എ വേ, ഓക്കെ, നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് ഇൻ സച്ച് എ വേ ദാറ്റ് ഇതിന് അട്രാക്ഷൻ തോന്നുന്നത് ആൻഡ് 1 second ഗൈസ്, 5-10 minutes. സോ ഇതിന് ഈ ആന്റിബോഡിക്ക് അട്രാക്ഷൻ തോന്നുന്നത് ആൻഡ് വേറൊരു ആന്റിബോഡിയോടാണ്. ഓക്കെ, സോ ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത് എന്താണ്? HIV ആന്റിബോഡിയാണ് ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത്. ഇതും ആ പേഷ്യന്റ് സിറത്തിൽ നമുക്ക് കിട്ടിയ HIV ആന്റിബോഡിയാണ്. സോ a bond is formed between these two. മനസ്സിലായോ ഗൈസ്? മനസ്സിലായോ? once more. Okay. Second step, add the patient's sample. Okay, so ഈ പേഷ്യന്റ് HIV ഉണ്ടെങ്കിൽ അയാളുടെ സാമ്പിൾ എന്തുണ്ടാവും? ആന്റിബോഡി ഉണ്ടാവും അല്ലെ? സോ ആ ആന്റിബോഡി വന്ന് ഈ ആന്റിജനുമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് എന്താണ്? ഞാൻ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി ആഡ് ചെയ്യുന്നു. ഓക്കെ, എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി ഞാൻ എൻ്റെ ലാബിൽ ഉണ്ടാക്കി എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി ആഡ് ചെയ്യുന്നു. ഈ ആന്റിബോഡി നമ്മുടെ HIV ആന്റിബോഡി തന്നെയാണ്. ഓക്കെ, ഉള്ളി തിങ്സ് ഞാനൊരു എൻസൈം എൻ്റെ സൈഡിൽ ടാഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനത് ആഡ് ചെയ്യുമ്പം യൂഷ്വലി നമ്മൾ പഠിച്ചിട്ടുള്ളത് ആന്റിജനും ആന്റിബോഡിയും തമ്മിലാണ് റിയാക്ഷൻ നടക്കുക എന്നാണ്, ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ ഇൻഡയറക്റ്റ് എലീസയിൽ ഞാൻ ആഡ് ചെയ്യുന്ന ഈ ആന്റിബോഡിയിലെ, ഓക്കെ, ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ രീതി എന്ന് വെച്ചാൽ ഇതിന് അട്രാക്ഷൻ തോന്നുന്നത് വേറൊരു ആന്റിബോഡിയോടാണ്, ആന്റിജനോടല്ല. ഇത് മനസ്സിലായോ? ഈ കോൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി, ഗുഡ്. സോ നൗ ബിക്കോസ് ഓഫ് ദിസ് ഈ രണ്ട് ആന്റിബോഡീസും തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും. മനസ്സിലായോ? വെരി ഗുഡ്. What is the third step? Third step is done. Enzyme linked antibody നമ്മൾ ആഡ് ചെയ്തു. And then what we do? നമ്മൾ വാഷ് ചെയ്യും അല്ലെ? എല്ലാ സ്റ്റെപ്പിന് ശേഷം നമ്മൾ വാഷ് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പിന് ശേഷം, സെക്കൻഡിന്, തേർഡിന് ശേഷം. സോ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി ആഡ് ചെയ്തു, വാഷ്. ബട്ട് ഓൾറെഡി ഈ ബോണ്ട്സ് ഒക്കെ ഫോം ചെയ്ത് കഴിഞ്ഞു. സോ ഞാൻ വാഷ് ചെയ്താലും ഈ ആന്റിബോഡി പുറത്തേക്ക് പോകുമോ? ഇല്ല, ബിക്കോസ് ബോണ്ടഡ് ആയി കഴിഞ്ഞു അല്ലെ? ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞു. സോ വൺസ് ഐ വാഷ്ഡ്, then what I do? I add the substrate. Okay, last step, I am adding the substrate. Okay, so see, എനിക്ക് എൻ്റെ എൻസൈം ഇവിടെ ഉണ്ട്, എനിക്ക് എൻ്റെ സബ്സ്ട്രേറ്റ് ഇവിടെ ഉണ്ട്. Okay, this is the whole well. So what does the enzyme do? ഈ എൻസൈം ചെന്നിട്ട് എൻ്റെ സബ്സ്ട്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, സബ്സ്ട്രേറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്താൽ എനിക്ക് എന്തുണ്ടാവും ഗൈസ്? I'll get a colored product. മനസ്സിലായോ? ഓക്കെ, സോ കളേർഡ് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പേഷ്യന്റ് HIV പോസിറ്റീവ് ആണെന്നാണ്. സോ ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ജസ്റ്റ് ആയിട്ട് ആദ്യത്തെ 4 പോയിന്റ്സ് എഴുതുക. എന്നിട്ട് എഴുതുക കളേർഡ് പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ കളർ ചേഞ്ച് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദ ഇൻഫറൻസസ് പേഷ്യന്റിന് ഒരു അസുഖമുണ്ട്. ഇത്ര മനസ്സിലായോ? ഇനിയിപ്പോ ഞാൻ ഒരു അസുഖമുള്ള ആളുടെ റിയാക്ഷനെ പറ്റിയാണ് പറഞ്ഞത്. അസുഖമില്ലാത്ത ഒരാള്, ഓക്കെ, HIV ഇല്ല, അങ്ങനെ ഒരാൾക്ക് നമ്മൾ ഈ ഇൻഡയറക്റ്റ് എലീസ ചെയ്താൽ എങ്ങനെയായിരിക്കും റിയാക്ഷൻ? ഓക്കെ, സോ ഒരു ഡോക്ടർ പറയാണ് എനിക്ക് ഇയാൾ HIV പോസിറ്റീവ് ആണെന്ന് ഡൗട്ട് ഉണ്ട്, നിങ്ങൾ HIV ആന്റിബോഡീസ് അയാളുണ്ടോ എന്ന് ചെക്ക് ചെയ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ, യു ആർ ഗോയിങ് ടു ഡു എ ഇൻഡയറക്റ്റ് എലീസ ടെസ്റ്റ്. ഓക്കെ, സോ ആ ഡോക്ടറിനാണ് ഡൗട്ട് ഉള്ളത്, പക്ഷേ ലെറ്റ് മീ ടെൽ യു ആ പേഷ്യന്റ് നോർമൽ ആണ്. ഓക്കെ, ഐ എം ടെല്ലിങ് യു ആ പേഷ്യന്റ് നോർമൽ ആണ്, അയാൾക്ക് അസുഖം ഇല്ല. ഓക്കെ, സോ അങ്ങനെ ഒരാളുടെ എലീസ ടെസ്റ്റ് നമ്മൾ ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? ഫസ്റ്റ് തിങ്, ഞാൻ ആന്റിബോഡി അല്ലേ ചെക്ക് ചെയ്യുന്നത്, ഞാൻ എന്ത് വെച്ചായിരിക്കും എൻ്റെ വെല്ല് കോട്ട് ചെയ്യുക? വെരി ഗുഡ്, ആന്റിജനുമായിട്ടാണ് ഞാൻ വെല്ല് കോട്ട് ചെയ്യുക. ഈസി. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? പേഷ്യന്റ് സാമ്പിൾ ഇടുക. ഓക്കെ, ഞാൻ പേഷ്യന്റ് സാമ്പിൾ ഇട്ടു. ഓക്കെ, അയാൾ നോർമൽ ആണ്. ഓക്കെ, ആ സാമ്പിളിനകത്ത് ആന്റിബോഡി ഉണ്ടാവോ? ആ പേഷ്യന്റ് നോർമൽ ആണ്, HIV ആന്റിബോഡീസ് ആ സാമ്പിളിനകത്ത് ഉണ്ടാവോ? ഇല്ല. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് എന്താണ്? എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡീസ് ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡീസ് ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ലാബിൽ ഉണ്ടാക്കിയേക്കുന്ന എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡീസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഇൻഡയറക്റ്റ് എലീസയിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ആന്റിബോഡിക്ക് ആരോടാണ് അട്രാക്ഷൻ? ആന്റിബോഡിയോട്, വേറൊരു ആന്റിബോഡിയോട് തന്നെയാണ് അതിന് അട്രാക്ഷൻ. സാധാരണ ആന്റിജനോടാണ് എല്ലാ ആന്റിബോഡിക്കും അട്രാക്ഷൻ വരിക. പക്ഷെ ഇൻഡയറക്റ്റ് എലീസയിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണത്? നമ്മൾ ഈ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി, നമ്മൾ കൊടുക്കുന്ന എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡിയിൽ അതിനുള്ള അട്രാക്ഷൻ എന്തിനോടായിരിക്കും? വേറൊരു ആന്റിബോഡിയോടായിരിക്കും. പക്ഷെ ഈ സാമ്പിളിൽ ആന്റിബോഡി ഉണ്ടോ? ഇല്ല, ബിക്കോസ് പേഷ്യന്റിന്
പേഷ്യന്റ് നോർമൽ ആണ്, അയാൾക്ക് ആന്റിബോഡി ഇല്ല. സോ ഈ സാമ്പിളിൽ വേറെ ഒരു ആന്റിബോഡി ഇല്ല. ഓക്കെ, സോ നമ്മൾ ഈ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കും. ഓക്കെ, ആൻഡ് വി വിൽ വാഷ്. ഓക്കെ, ഈ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇത് വാഷ് ചെയ്യും. വാഷ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? വല്ല ബോണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇവിടെ? ഇല്ലല്ലോ, ഇത് ഫ്രീ ആയിട്ട് നിൽക്കുമല്ലേ ഈ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി. നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഇത് വാഷ് ഔട്ട് ആയി പോകും. ഇത് വാഷ് ഔട്ട് ആയി പോകും. മനസ്സിലായോ? ഓക്കെ, ലാസ്റ്റ് സബ്സ്ട്രേറ്റ്. ഞാൻ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വേണം? സബ്സ്ട്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ എൻസൈം വേണം. പക്ഷെ എൻസൈം ഉണ്ടോ ഇവിടെ? ഇല്ല. നോക്കിയേ, ഈ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി വാഷ് ഔട്ട് ആയി പോയി അല്ലേ? സോ സബ്സ്ട്രേറ്റ് ഇവിടെ തന്നെ കിടക്കും. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ എൻസൈം ഇല്ല. സോ ബ്രേക്ക് ഡൗൺ ആയിട്ടില്ലെങ്കിൽ ഇവിടെ കളർ ചേഞ്ച് ഉണ്ടാവുമോ? കളർ ചേഞ്ച് ഇല്ല, ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ നിൽക്കും. സോ ബേസിക്കലി കളർ ചേഞ്ച് ഇല്ല എങ്കിൽ നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആണ്, എന്ന് വെച്ചാൽ ആള് പേഷ്യന്റ് എന്നാണ്, നോർമൽ ആണ്. മനസ്സിലായോ? ഇത്രയുള്ള സംഭവം. ഓക്കെ, സോ ഇൻഡയറക്റ്റ് എലീസയ്ക്കകത്ത് കളർ ചേഞ്ച് വന്നാൽ പോസിറ്റീവ് ആണ്, കളർ ചേഞ്ച് വന്നില്ലെങ്കിൽ നെഗറ്റീവ് ആണ്. ഇത്രയും മനസ്സിലായോടാ? Okay, fine. And the last one is competitive ELISA. Competitive ELISA also same concept, easy concept. First thing, competitive ELISA നമ്മൾ ആന്റിബോഡി ഡിറ്റക്ഷൻ വേണ്ടിയിട്ടാണ്. ഒരു അസുഖത്തിന്റെ ആന്റിബോഡി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോമ്പറ്റേറ്റീവ് എലീസ ചെയ്യുന്നത്. സെയിം തിങ്, ഞാൻ HIV തന്നെ എടുക്കുകയാണ് ഇവിടെ. ഓക്കെ, ഒരു ഡോക്ടർ പറയാണ് എനിക്ക് ഒരു പേഷ്യന്റിന് ഡൗട്ട് ഉണ്ട്, അയാൾക്ക് HIV ഉണ്ടോന്ന്. നിങ്ങൾ HIV ആന്റിബോഡീസ് അയാളുടെ സാമ്പിൾ ഉണ്ടോ എന്ന് നോക്കൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എലീസയും ചെയ്യാം, ഇൻഡയറക്റ്റ് എലീസയും ചെയ്യാം. ദ ചോയ്സ് ഇസ് അപ് ടു യു. ഓക്കെ, ബട്ട് എല്ലാ രീതിയും നിങ്ങൾ അറിഞ്ഞിരിക്കണം, റൈറ്റ്? സോ കോമ്പറ്റേറ്റീവ് എലീസയിൽ ഞാൻ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? ആന്റിബോഡി. അപ്പൊ ഞാൻ എന്ത് വെച്ചാണ് കോട്ട് ചെയ്യേണ്ടത് എന്റെ വെല്ല്? വെരി ഗുഡ്, HIV ആന്റിജൻ വെച്ച് ഞാൻ എന്റെ വെല്ല് കോട്ട് ചെയ്യും. ഇത്ര മനസ്സിലായോ? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? വെരി ഗുഡ്, ആഡ് ദ പേഷ്യൻസ് സാമ്പിൾ. ആഡ് ദ പേഷ്യൻസ് സാമ്പിൾ. വൺ സെക്കൻഡ്. സോ സെക്കൻഡ് തിങ്, ഞാൻ ഈ ഒരു വെല്ലിൽ തന്നെ എല്ലാം കാണിക്കാം, എല്ലാ സ്റ്റെപ്സും കാണിക്കാം. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്താടാ? ആഡ് ദ പേഷ്യൻസ് സാമ്പിൾ. സോ ആക്ച്വലി ലെറ്റ് us say ഈ പേഷ്യന്റിന് HIV ഉണ്ട് എന്ന് കരുതിക്കോ. ഓക്കെ, സോ when you are adding the patient's sample, what happens? HIV ആന്റിബോഡീസ് വന്നിട്ട് ഈ ആന്റിജനുമായിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഫൈൻ. നമ്മൾ വാഷ് ചെയ്യും. ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് വാഷ് ചെയ്യും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ആഡ് എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി. ഓക്കെ, വെരി ഗുഡ്, ഐ ആം ആഡിങ് എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി. മൂന്നാമത്തെ സ്റ്റെപ്പ് അതല്ലേ? ആഡിങ് ദാറ്റ്. ഓക്കെ, ഈ കോമ്പറ്റേറ്റീവ് എലീസയിൽ now remember this one point. കോമ്പറ്റേറ്റീവ് എലീസ നോർമൽ ആണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോ ആഡ് ചെയ്യുന്ന ഈ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി ഇല്ലടാ, ഇതിന് അട്രാക്ഷൻ തോന്നുന്നത് അതിന്റെ ആന്റിജനോടാണ്. ഓക്കെ, ലൈക്ക് നോർമലി ആന്റിബോഡി ഈസ് ഓൾവേസ് അട്രാക്റ്റഡ് ടു ആന്റിജൻ. ഓക്കെ, ഞാൻ ഇൻഡയറക്റ്റ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ആഡ് ചെയ്യുന്ന എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി എന്തിനോടാണ് അട്രാക്ഷൻ തോന്നുന്നത്? ഒരു ഓപ്പോസിറ്റ് ആന്റിബോഡിയോടാണ്. ഓക്കെ, പക്ഷെ ഈ കോമ്പറ്റേറ്റീവ് എലീസയിൽ നോർമൽ ആണ്. നമ്മളിപ്പോ ഒരു എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി ഞാൻ ആഡ് ചെയ്തു, അതിന് അട്രാക്ഷൻ തോന്നുന്നത് ആരോടായിരിക്കും? ആന്റിജനോട്. ഓക്കെ, സോ ദാ ഈ ആന്റിജൻ ഇവിടെ ഉണ്ട്. ദിസ് ഇസ് ദി ആന്റിജൻ ഹിയർ. പക്ഷേ ദിസ് ആന്റിബോഡി ഹിയറിനോ ഓൾറെഡി ഒരു ആന്റിബോഡി അതുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ആന്റിബോഡി ദിസ് വൺ ഇത് പറയും ഞാൻ എന്റെ ആന്റിജനെ ആർക്കും വിട്ടു തരൂല, നിനക്ക് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല എന്ന് പറയും. ഓക്കെ, സോ ഈ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി എന്താ ഇതും ഓക്കെ ആൻഡ് ഈ ആന്റിബോഡിയും തമ്മിൽ കോമ്പറ്റീഷൻ ആവും. ഈ ആന്റിജന്റെ മേലെ ആര് സ്റ്റിക്ക് ആവും എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഹൂ വിൻസ്? യു നോ ഹൂ വിൻസ്? this one wins. ഈ പേഷ്യന്റിന്ന് വന്ന ആന്റിബോഡിയാണ് വിൻ ചെയ്യുക. നമ്മൾ ആഡ് ചെയ്ത എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി, ആ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡിക്ക് ഈ ആന്റിജനുമായിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആഡ് ചെയ്ത എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് മേലെ തന്നെ ഇരിക്കും. ഇതിന് ഈ ആന്റിജനായിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, സോ it will just stay free there. Okay, നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഈ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി ഇല്ലേ, ഈ ബ്ലൂ കളറിൽ ഞാൻ വരച്ചത്, അത് വാഷ് ഔട്ട് ആയി പോകും. മനസ്സിലായോ? അത് വാഷ്, ബിക്കോസ് അതിന് ആന്റിജനുമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നടുക്കത്തെ ആന്റിബോഡി സമ്മതിക്കത്തില്ല. മനസ്സിലായോ? 1 second ഗൈസ്. ഓക്കെ, പേഷ്യന്റിന്റെ സാമ്പിളിൽ നിന്ന് വന്ന ആന്റിബോഡി ഓൾറെഡി ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തു. ഞാൻ ആഡ് ചെയ്ത എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഇതിനൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ
നമ്മുടെ ഈ ആന്റിബോഡി അതിനെ സമ്മതിക്കത്തില്ല. ഓക്കെ, സോ ഇത് ഫ്രീ ആയിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ആ വെല്ലിൽ നിൽക്കും. നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഈ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി വിൽ ബി വാഷ്ഡ് അവേ. ഞാൻ പിന്നെ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഈ സബ്സ്ട്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ എനിക്ക് എൻസൈം ഉണ്ടോ അവിടെ? ഇല്ല, അത് വാഷ് ഔട്ട് ആയി പോയി. ബിക്കോസ് അതിന് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ സബ്സ്ട്രേറ്റ് എന്ത് ചെയ്യും? അങ്ങനെ തന്നെ ഉണ്ടാവും. സബ്സ്ട്രേറ്റിനെ ബ്രേക്ക് ചെയ്യാൻ ആരുമില്ല. കളർ ചേഞ്ച് ഉണ്ടാവും ഇവിടെ? കളർ ചേഞ്ച് ഇല്ല. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നോ കളർ ചേഞ്ച്. എന്താണ് നോ കളർ ചേഞ്ച്? ഇറ്റ്സ് ഓക്കെ ഇഫ് യു ഗൈസ് കാൻ സീ മീ ഗൈസ്. സോ നോ കളർ ചേഞ്ച് ഇഫ് ദ പേഷ്യന്റ് ഹാസ് എ ഡിസീസ്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഗൈസ്. കോമ്പറ്റേറ്റീവ് എലീസയിൽ if you're doing competitive ELISA, color change കാണുന്നില്ല എങ്കിലാണ് the patient has the disease. This point you understood? Okay. Now, let us say last thing guys. Competitive ELISA, once more, ഒരു normal patient ഞാൻ ചെയ്താൽ what will be the result? Okay. So, ഞാൻ ആന്റിബോഡി ആണ് ചെക്ക് ചെയ്യുന്നത്. ഒരു ഡോക്ടർ പറയാണ് HIV പേഷ്യന്റ് ആണെന്ന് ഡൗട്ട് ഉണ്ട്, ചെക്ക് ദി ആന്റിബോഡി. സോ ഞാൻ എൻ്റെ വെല്ല് കോട്ട് ചെയ്യുന്നത് HIV ആന്റിജനുമായിട്ടായിരിക്കും. ഓക്കെ, പേഷ്യന്റ് സാമ്പിൾ ഇടുകയാണ്. പേഷ്യന്റ് നോർമൽ ആണെങ്കിൽ അയാൾക്ക് ആന്റിബോഡി ഉണ്ടാവുമോ? ഇല്ല, ആന്റിബോഡി ഉണ്ടാവില്ല. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് എന്താണ്? ആഡ് എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി. ഞാൻ എൻ്റെ ലാബിൽ ഉണ്ടാക്കിയ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി ഞാൻ ആഡ് ചെയ്യാണ്. ഓക്കെ, സോ ഈ ആന്റിബോഡി എന്ന് ഞാൻ പറഞ്ഞു ഇസ് ഓൾവേസ് അട്രാക്റ്റഡ് ടു ദി ആന്റിജൻ. ഓക്കെ, സോ ഇവിടെ കോമ്പറ്റീഷൻ ആരുമില്ല. ദിസ് ആന്റിബോഡി വിൽ ഗോ ആൻഡ് ഫോം ബോണ്ട് വിത്ത് ദ ആന്റിജൻ. ഈ ആന്റിജനുമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ബിക്കോസ് ഇവിടെ കോമ്പേറ്റ് ചെയ്യാനായിട്ട് വേറൊരു ആന്റിബോഡി ഇല്ല ഇവിടെ. ബിക്കോസ് പേഷ്യന്റ് ഇവിടെ നോർമൽ ആണെങ്കിലുള്ള കാര്യം ഞാൻ പറയുന്നത്. ഓക്കെ, ആഫ്റ്റർ ദിസ് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഫൈൻ, നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഈ എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി വാഷ് ഔട്ട് ആയി പോവോ? ഇല്ല, ബിക്കോസ് ഇറ്റ് ഹസ് ക്രിയേറ്റഡ് എ ബോണ്ട്. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ആഡ് എ സബ്സ്ട്രേറ്റ്. ഞാൻ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താ ഈ എൻസൈം വന്നിട്ട് ഈ സബ്സ്ട്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, സോ സബ്സ്ട്രേറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ എന്ത് കിട്ടും? നിങ്ങൾക്കൊരു കളേർഡ് പ്രോഡക്റ്റ് കിട്ടും. നിങ്ങൾക്ക് എന്ത് കിട്ടും? കളേർഡ് പ്രോഡക്റ്റ് കിട്ടും. സോ ഇവിടെ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു നോർമൽ പേഴ്സണിലാണ്. കോൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് സേ കോമ്പറ്റേറ്റീവ് എലീസയിൽ കളർ വന്നാൽ, ഓക്കെ, കളർ വന്നാൽ ഇറ്റ് ഇസ് എ നോർമൽ പേഴ്സൺ. കളർ ഒന്നും ഇല്ലാതെയാണ് നിങ്ങളുടെ റിസൾട്ട് എങ്കിൽ then it is a infected person. This much understood? Okay, that's enough. Okay, fine. Look at this picture guys. ഇതാണ് നമ്മുടെ എലീസ. ഓക്കെ, ഇതാണ് നമ്മുടെ എലീസ ട്യൂബ്. 1 second. ട്യൂബ് അല്ല, ഒരു പ്ലേറ്റ് ആണ്. ഇതിനകത്ത് ഈ കുറെ ഡിപ്രഷൻസ് കണ്ടോ? ഓക്കെ, ഓൾമോസ്റ്റ് we have 96 wells. ഓക്കെ, ഈ കളർ ചേഞ്ച് കണ്ടോ? യെല്ലോ കളർ. ദാറ്റ് മീൻസ് അവിടെ ഇട്ടേക്കുന്ന സാമ്പിൾ പോസിറ്റീവ് ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, മീൻസ് ആ സാമ്പിൾസിൽ അസുഖം ഉണ്ട് എന്നതാണ് അർത്ഥം. ഫൈൻ. സോ ഇഫ് ദേ ആസ്ക് യു 2 യൂസസ് ഓഫ് എലീസ പറയാൻ പറഞ്ഞാൽ യു മസ്റ്റ് സേ എലീസ ഇസ് യൂസ്ഡ് ടു ഡിറ്റക്ട് HIV ആന്റിബോഡീസ്, ട്യൂബർകുലോസിസ് ആന്റിബോഡീസ്, പിന്നെന്താ ഹെപ്പറ്റൈറ്റിസ് ബി ആന്റിജൻ. ഓക്കെ, ഇതൊക്കെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മൾ എലീസ യൂസ് ചെയ്യും. ഓക്കെ, I know it was a little tricky topic guys, but I hope I didn't confuse you all. Okay, I'll come up with the next topic in some time. Okay, till then, stay blessed. Happy evening. Bye bye.